എന്നോട് എന്നെ അറിയാവുന്നതിൽ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമുണ്ട്, ഈ റോസാപ്പൂ എങ്ങനെ ഉണ്ടാക്കണേ, ഈ റോസാപ്പൂ ഒന്ന് ഉണ്ടാക്കണേ കാണിച്ചു തരൂ എന്ന് ഒരു കാര്യം. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ റോസാപ്പൂ ഉണ്ടാക്കണമെന്ന് കാണിക്കാമല്ലോ. നിങ്ങൾ ഈ വീഡിയോയുടെ ക്വാളിറ്റിയും ബാക്ക്ഗ്രൗണ്ടൊന്നും നോക്കാതിരിക്കായിരിക്കും കേട്ടോ നല്ലത്. കാരണം ഷടപടേ എന്നെടുത്തൊരു വീഡിയോയാണിത്. അപ്പോൾ നമുക്ക് പൂ ഉണ്ടാക്കണതിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാൻ കട്ട് ചെയ്ത പോലെ ആ ഒരു ഷേപ്പിൽ ഇതളുകൾ കട്ട് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഇങ്ങനെ ഒരു നടുക്ക് ഈർക്കിളി എടുക്കുക, നടുക്കൊരു കുറേ പേപ്പർ ചുട്ടിക്കുട്ടി വയ്ക്കുക, അതിനൊന്ന് കവർ ഒരു ഇതള വയ്ക്കുക. പിന്നെ അതേ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങനെ അങ്ങ് ചുറ്റി കൊടുക്കുക. പിന്നെ ഈ ഒരു പൂവുണ്ടാക്കുന്നവർക്കായിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഈ എന്താ പറയുക, സാധാ പൂക്കൾ ഇങ്ങനെ ചുമ്മാ പേപ്പർ വെട്ടി ഉണ്ടാക്കാതെ കുറച്ചും കൂടെ ഒറിജിനാലിറ്റി തോന്നാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് പൂ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫേമസ് ആയിട്ടുണ്ട് ചെമ്പരത്തി പൂവേ. അപ്പോൾ അതുണ്ടാക്കിയത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ആദ്യം നമ്മൾ ചെമ്പരത്തിപ്പൂ എടുക്കുക, ഒറിജിനൽ ചെമ്പരത്തി. പിന്നെ അതിൻ്റെ ഇതൾ പയ്യെ അങ്ങ് മുറിച്ച് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ കണക്ഷൻ എങ്ങനെയാണ് വന്നേക്കണേന്ന് നോക്കുക, ആ പൂ എങ്ങനെയാണ് ഇരുന്നതെന്നൊക്കെ. അതേ രീതിയിൽ നമ്മൾ പേപ്പർ വെട്ടിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പൂ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ പൂ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി നല്ലത് ഫെനിക്സ് പേപ്പറായിരിക്കും. അത് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഒരു 30-35 രൂപയുടെ അടുത്താണ് കേട്ടോ വില വരുന്നത്. ക്രേപ്പ് പേപ്പർ ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ അതത്ര നമുക്ക് ഇലാസ്റ്റിസിറ്റി കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് പൂ ഉണ്ടാക്കാൻ മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറയണേ. പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പൂ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടൂ, എന്തെങ്കിലും ചെയ്യാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ബൈ.